ഹായ് ഫ്രണ്ട്സ്, 3 വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഒരു ഡബിൾ ഡെക്കർ കട്ടിലാണ് ഈ കാണുന്നത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഈ ഒരു കട്ടിലുള്ളത്. താഴെയുള്ള കിങ് സൈസ് കട്ടിൽ നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മോളിലുള്ള ആ ഒരു ചെറിയ കട്ടിൽ ഉണ്ടാക്കിയെടുത്തിരുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ സൈഡ് റെയിലൊക്കെ നമുക്ക് ഇതുപോലെ ലോക്ക് ഊരിയെടുക്കാൻ പറ്റും. 3 വർഷം മുമ്പ് ഇത് ഉണ്ടാക്കിയതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ബിയർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതായത് ഈ കട്ടിലിൻ്റെ കാലിലേക്ക് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോഡ് തുളച്ചിറക്കിയിരിക്കുകയാണ്. 4 ഇഞ്ചോളം തുളച്ചിട്ടാണ് ആ റോഡ് 4 കാലിലും ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ് കറക്റ്റ് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കിങ് സൈസ് കട്ടിലിൻ്റെ ടോപ്പിലും നമ്മൾ ഇതുപോലെ തന്നെ ഡ്രില്ല് ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ് ഇറങ്ങാൻ പാകത്തിനുള്ള ഡയമീറ്ററിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ ഒരു ലോക്കിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നത്. ഒരു 2-3 മാസമായിട്ട് പിള്ളേർ വേറെ റൂമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന്നമോള് പറഞ്ഞു അവക്കായിട്ട് ഈ ഒരു കട്ടിൽ റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഹെഡ് ഇതുപോലെ തന്നെ ഊരി എടുത്തിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ കട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അന്ന് ഈ കട്ടിൽ ഉണ്ടാക്കിയത്. ഇത് കണ്ടോ, ഇതുപോലെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബോൾട്ട് ഇട്ട് ഇത് ടൈറ്റ് ചെയ്ത് നോർമൽ കട്ടിലാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആകെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ട് എൻഡിൽ വരുന്ന 2 കാലിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലോക്ക് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കും. എങ്കിലും കട്ടിലിൻ്റെ ലെവൽ കറക്റ്റാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ടൈലൊക്കെ പോറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതുണ്ടോ, ഹെഡ് എൻഡിലെ ലോക്ക് മേളിലേക്ക് വന്നു, ഫുട്ട് എൻഡിലുള്ളത് താഴെയാണ്. അപ്പോൾ അത് തറ പോറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ റബ്ബർ മാറ്റിൻ്റെ പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ടെടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു കട്ടിൽ എടുത്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് ഒരു ഡബിൾ ഡെക്കർ കട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ബുഷ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഹെഡ് എൻഡ് തിരിച്ചിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു പൈപ്പിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയാതെ ഇതുപോലെ ചെയ്യുന്നത്. ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലോക്കിംഗ് ഇല്ലാത്ത കാലിലും ഇതുപോലെ ബുഷ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഡബിൾ ഡെക്കർ കട്ടിൽ നോർമൽ കട്ടിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു നോർമൽ കട്ടിലിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അന്ന് അല്പം ഹൈറ്റ് കൂട്ടിയിട്ടായിരുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. കാരണം നമ്മുടെ തലയൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്വല്പം ഹൈറ്റ് കൂടുതലാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിള്ളേർക്ക് ഇരുന്ന് പഠിക്കുവാനും എഴുതുവാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സാധിക്കും. എന്തായാലും മിന്നമോൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.